أيها الإخوان والأخوات اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها النبي اتق الله ولا تطع الكافرين والمنافقين إن الله كان عليما حكيما. واتبع ما يوحى إليك من ربك إن الله كان بما تعملون خبيرا. وتوكل على الله وكفى بالله وكيلا. സ്നേഹ ബഹുമാനമുള്ള വിശുദ്ധ ഖുർആൻ ഇഷ്ടപ്പെടുന്ന വിശ്വാസിനികളെ, സഹോദരി സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ കാണാൻ കിട്ടാത്ത സദസ്സുകളാണ് ഇന്ന് പലതും. അതിൽ നിന്ന് വ്യത്യസ്തമായി ഈ സദസ്സിൽ അല്പം കുട്ടികൾ കൂടെ വന്നിരിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്. നമ്മുടെ ലോകത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് നമ്മുടെയൊക്കെ വീടകങ്ങളിൽ ലഹരി കയറിയല്ലോ എന്നതാണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളൊക്കെ ചർച്ച ചെയ്തതാണ്. അത് പൈശാചികതയാണ്, പിശാചിൻ്റെ റിജ്സും മിൻ അമലി ശൈത്താൻ, ശൈത്താനിൻ്റെ നീചമായ പ്രവൃത്തികളിൽപ്പെട്ട ഒന്നാണ്. റിജ്സ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതെന്ന് പറയാതെ ഖുർആൻ അതിൻ്റെ മാരകമായ പ്രഹരശേഷി വൈയക്തിക, കുടുംബ, സാമൂഹിക, സാമ്പത്തിക, ദാമ്പത്യ തലങ്ങളിലൊക്കെ സംഭവിക്കുന്നു എന്നതുകൊണ്ട് തന്നെ നിങ്ങളത് ഉപയോഗിക്കരുത് എന്ന് പറയാതെ നിങ്ങൾ ലഹരിയിൽ നിന്ന് അതിദൂരം, കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു നമ്മളോട്. ഫജ്തനിബൂഹു, നിങ്ങളതിൽ നിന്ന് ഒരുപാട് ദൂരം അകന്ന് നിൽക്കണം. അല്ലെങ്കിലും വിശുദ്ധ ഖുർആനിലെ ചില പ്രയോഗങ്ങളൊക്കെ അങ്ങനെ കാണാം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ദേഹത്തെയും ദേഹിയെയും ഇഹത്തിലും പരത്തിലും ബാധിക്കുന്ന, തനിക്ക് അപ്പുറത്ത് തൻ്റെ ചുറ്റിലുമുള്ള കുടുംബത്തെയും മക്കളെയും ബാധിക്കുന്ന, തൻ്റെ സമ്പത്തിനെയും എല്ലാറ്റിനെയും ആരോഗ്യത്തെയുമൊക്കെ പ്രതികൂലമായി ബാധിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ സൂചിപ്പിച്ചത് അങ്ങനെയാണ്. വ്യഭിചരിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞതല്ല. ഖുർആൻ അങ്ങനെയല്ല അതിനെക്കുറിച്ച് പറഞ്ഞത്. മറിച്ച് ലാ തഖ്റബു സിന എന്നാണ് പറഞ്ഞത്. നിങ്ങൾ വ്യഭിചാരത്തോട് അടുക്കുക പോലും ചെയ്യരുതെന്ന്. ലഹരിയെക്കുറിച്ച് പ്രവാചകനും ആഡ് ചെയ്തപ്പോൾ പറഞ്ഞത് 10 കൂട്ടർക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്നാണ്. മദ്യത്തെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ അത് വിൽപ്പന നടത്തിയിട്ട് അതിൻ്റെ കാശ് ഉപയോഗിക്കുന്നു. അവൻ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ ആ കാശുമായിട്ട് പോയെങ്കിൽ അവനും അതിൻ്റെ ലാഭം എടുത്തവനും എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം അള്ളാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ, അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമ്മൾ ഇന്ന് സംസാരിക്കാനുള്ള വിഷയത ഖുർആൻ ഹൃദയശാന്തി, അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ വഴികാട്ടി എന്നൊക്കെ. നമ്മളൊരു ചോദ്യത്തിൽ തുടങ്ങാം. മനുഷ്യരാശി ഇന്ന് ഇത്രയും സൗകര്യങ്ങൾ അനുഭവിച്ച, ഇത്രയേറെ സൗകര്യങ്ങൾ അനുഭവിച്ച മറ്റൊരു കാലം ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല എന്ന് നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് പറയും.
ഇത്രയേറെ സൗകര്യങ്ങൾ അനുഭവിച്ച ഒരു കാലം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരത്തെ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ ബഹുഭൂരിപക്ഷത്തിൻ്റെയും ഉത്തരമതായിരിക്കും. ഒരു ബട്ടണമർത്തിയാൽ ലോകത്തിൻ്റെ മുഴുവൻ വാർത്തകളും നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വിരൽത്തുമ്പിൽ ലോകത്തെ മുഴുവൻ പ്രദേശങ്ങളിലും എല്ലായിടങ്ങളിലെയും ഉൾപ്രദേശങ്ങളിലും ഒക്കെ കടന്നു ചെല്ലാനും അവിടെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനും കാണാനും കഴിയും. ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളുമായി സംവദിക്കാൻ കഴിയും, കാണാൻ പറ്റും. ഇനി ഒരു പക്ഷേ AI എന്ന സാങ്കേതിക കൃത്രിമ ബുദ്ധിയുടെ മറവിൽ ഏതെല്ലാം തലത്തിലേക്ക്, കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ വന്നത് ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ചിലതൊക്കെ, വ്യഭിചാരം വർദ്ധിക്കും എന്നൊക്കെ പറഞ്ഞില്ലേ, പരസ്യമാകുന്നൊക്കെ പറഞ്ഞില്ലേ. ഈ AI സാങ്കേതിക വിദ്യയുടെ സഹായത്താൽ ഇന്ന് വളരെ സൗഹൃദപരമായി നമ്മളോട് ശാരീരിക ബന്ധം പുലർത്താനുള്ള ഇണകൾ വരെ വരുന്ന, സമീപകാലത്ത് വരുന്ന, അതായത് അത്രയേറെ വളർന്നിട്ടുണ്ട് മനുഷ്യൻ, അത്രയേറെ സൗകര്യങ്ങളുണ്ട്. വീട് ചെറുതോ വലുതോ ആകട്ടെ, പക്ഷേ മൊബൈൽ ഫോണിലൂടെ ലോകം മുഴുവൻ അതിനുള്ളിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഒരു നിമിഷം കൊണ്ട് കോടിക്കണക്കിന് വിവരങ്ങളെ ശേഖരിക്കാൻ കഴിയും ഇന്ന് മനുഷ്യന്. കോടിക്കണക്കിന് വിവരങ്ങളെ ഒരു നിമിഷം കൊണ്ട് ശേഖരിക്കാൻ കഴിയും. ഏതൊരു കുട്ടിക്കും ഏത് വിഷയത്തിലും റിസർച്ച് നടത്താൻ ഇന്ന് വീട്ടിൽ തന്നെ ഇരുന്നാൽ സാധ്യമാകും. അത്രയേറെ വളർന്ന വേഗതയേറിയ വാഹനങ്ങൾ, അത്യാധുനിക ആശുപത്രികൾ, ആഡംബരമായ ജീവിതം, ഇങ്ങനെയൊക്കെ വളർന്നിട്ടും മറ്റൊരു ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മളൊക്കെ പ്രയാസപ്പെടുക. ആ ചോദ്യം ഇതാണ്: ഇന്ന് മനുഷ്യൻ ശരിക്കും എല്ലാവരും സന്തോഷവാന്മാരാണോ? ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ടും എല്ലാവരും സന്തോഷവാന്മാരാണോ എന്ന ചോദ്യമുണ്ട്. ചിരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ പലപ്പോഴും സങ്കടമുണ്ട്. അവൻ ചിരിക്കുന്നുണ്ടാകാം, പക്ഷേ ഞാൻ ചിരിക്കുന്നുണ്ടാകാം, നിങ്ങൾ ചിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ടാകാം, പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആകെ പ്രയാസം അനുഭവിക്കുക. ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രയാസം അനുഭവിക്കുക. അവൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അവൻ പ്രയാസം അനുഭവിക്കുക. അവൻ ആളുകളുമായി എപ്പോഴും ഇടപെടാൻ വരുന്നില്ല, അവളും വരുന്നില്ല. എല്ലാം ഉണ്ട്, പക്ഷേ എന്തോ അവന് നഷ്ടമാണ്. സമാധാനവും സന്തോഷവും പൂർണ്ണമായി അവന് കാണാൻ കഴിയുന്നില്ല. മൃദുവായ കിടക്കയിൽ കിടക്കാൻ കഴിഞ്ഞിട്ടും അവന് ഉറക്കം കിട്ടുന്നില്ല. സുഭിക്ഷമായ ആഹാരം കഴിച്ചിട്ടും ഉദര രോഗം മാറുന്നില്ല. എന്താണ് പണം ഇത്ര കിട്ടിയിട്ടും സമാധാനം കിട്ടാത്തത്? എന്തുകൊണ്ടാണ് വീടുകൾ വലുതായിട്ടും ഹൃദയം ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യത്തിന് മുമ്പിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ടെങ്കിലും ഏകാന്തത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ ഉത്തരം വിശുദ്ധ ഖുർആനിലൂടെ കാണാൻ കഴിയുന്നത് നാം ജീവിതത്തെ അലങ്കരിച്ചു, ഹൃദയത്തെ മാറ്റുകൂട്ടിയില്ല എന്നതാണ്. നാം നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ശരീരത്തിന് പ്രാധാന്യം നൽകി ആത്മപ്രധാനമായ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നതാണ്. എല്ലാവരും തിരക്കിലാണ്. ഏത് കാര്യത്തിനാ തിരക്ക്? എവിടേക്കാ ഓടുന്നത്? അവൻ്റെ ഭൗതികമായ താൽക്കാലികമായ ജീവിതത്തിലെ ചില വിഭവങ്ങളെ സമാഹരിക്കുന്നതിന് വേണ്ടി മാത്രം. അവൻ്റെ ആത്യന്തികമായ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ പലപ്പോഴും അവൻ സക്രിയനാകുന്നില്ല, മറന്നുപോവുക. യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാലി ബിഖിദ്മതിഹി أتطلب الربح فيما فيه خسران أقبل على النفس واستكمل فضائلها فأنت بالنفس لا بالجسم إنسان. എന്താ കവി പറയണ അറിയോ? യാ ഖാദിമൽ ജിസ്മി കം തഷ്ഖാ ബിഖിദ്മതിഹി. ശരീരത്തെ പരിപോഷിപ്പിക്കുന്ന സുഹൃത്തെ, നീ എത്ര ത്യാഗം ചെയ്തിട്ടാണ് ആ ശരീരത്തിന് പല സേവനങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ശരിയാ, ചെയ്യണം. എന്നിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്,
പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന, ദ്രവിച്ചു പോകുന്ന, മണ്ണിൽ തീർന്നു പോകുന്ന നീ അതിൽ നിന്ന് എത്ര ലാഭമാണ് പ്രതീക്ഷിക്കുന്നത്? അത്രയൊക്കെ അതിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? വീണ്ടും അദ്ദേഹം ചെയ്യേണ്ട കാര്യം പറഞ്ഞു, അഖ്ബിൽ അലൻ നഫ്സി വസ്തക്മിൽ ഫദായിലഹാ. നീ നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്താനും അതിൻ്റെ ഫദ്ലിനെ പൂർത്തീകരിക്കുവാനും വേണ്ടിയുള്ള പരിശ്രമം തുടങ്ങണം. നീ മുന്നിട്ടിറങ്ങണം. നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്താനുള്ള ശ്രമം നീ നടത്തണം. കാരണം ഫഅൻത ബിന്നഫ്സി ലാ ബിൽ ജിസ്മി ഇൻസാനു. നഫ്സ് കൊണ്ടാണ് നീ മനുഷ്യനായത്, നിൻ്റെ ശരീരം കൊണ്ടല്ല. നിൻ്റെ ശരീരത്തിൻ്റെ ആകാര വടിവ് കണ്ടോ, ആകാര സൗഷ്ഠവം കൊണ്ടോ, നീ വലിയ തടിച്ച നീളമുള്ള മനുഷ്യനാണ് എന്നതുകൊണ്ടോ, രോമാവൃതനാണ് എന്നതുകൊണ്ടോ ഒന്നുമല്ല. നെഞ്ചുവിരിച്ച് നടക്കാൻ നിനക്ക് കഴിയുന്നു 6 മാസത്തെ കഠിന പ്രയത്നം കൊണ്ട്. നിൻ്റെ കൈ നല്ല വണ്ണം വെച്ച് കാണുന്നുണ്ട്, ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതൊന്നുമല്ല നിൻ്റെ മനുഷ്യത്വത്തെ തീരുമാനിക്കുന്നത്. മറിച്ച് അതിലപ്പുറം ആത്യന്തികമായി നീ മനുഷ്യനാകുന്നത് നിൻ്റെ മനസ്സിനെ പാകപ്പെടുത്തുമ്പോഴാണ്. അതുകൊണ്ട് അതിനുവേണ്ടി ഒരുങ്ങണം എന്ന് ആ കവി നമ്മളോട് വിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ അഭിസംബോധന ചെയ്യുന്നത് കാണാൻ പറ്റും. വിശുദ്ധ ഖുർആൻ ഹൃദയത്തെ അഭിസംബോധന ചെയ്യുക. ആദ്യം ശരീരത്തെ അല്ല പരിവർത്തിപ്പിക്കുന്നത്, ഹൃദയത്തെയാണ് പ്രധാനമായും പറയേണ്ടത്. നമ്മളിങ്ങനെ കേൾക്കുമ്പോൾ, ഖുർആനിനെ കേൾക്കുമ്പോൾ അതിൻ്റെ ആശയതലത്തിലും അതിൻ്റെ പാരായണ വശ്യതയിലും അതിൻ്റെ ചിന്താ തലങ്ങളിലുമൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കൊരു കോരിത്തരിപ്പുണ്ടാകും. ആ കോരിത്തരിപ്പിനെ ആദ്യം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട് അല്ലാഹ് സൂറത്ത് സുമറിൽ പറയുന്നുണ്ട് 39-ാം അധ്യായത്തിൽ, സുമ്മ തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ് ثم تلين جلودهم وقلوبهم إلى ذكر الله. സ്വാഭാവികമായൊരു പ്രതിഭാസമാണ്. ചിലത് കേൾക്കുമ്പോൾ നമുക്കൊരു രോമാഞ്ചമുണ്ടാകും. തലീനു ജുലൂദുഹും, പക്ഷേ അതിലപ്പുറം വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ ഹൃദയവും അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്നതിലേക്ക് മൃദുലമാകും. വിനയപ്പെടണം, മൃദുലമാകണം, നൈസാകണം എന്ന് ഖുർആൻ ഹൃദയത്തിലേക്ക് ചേർത്തുകൊണ്ടവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു അധ്യാപനം കാണാൻ കഴിയും. അലാ വ ഇന്ന ഫിൽ ജസദി മുദ്ഗ. അറിയണം, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ഒരു ഇറച്ചി കഷ്ണമുണ്ട് ശരീരത്തിൽ. ഇദാ സലഹത് സലഹൽ ജസദു കുല്ല. അത് നന്നായാൽ ശരീരമാസകലം നന്നാവും, ആളാകെ നന്നായി. എന്നാൽ എത്ര ഗംഭീരനായിരുന്നാലും ശരി, അത് കേടായാൽ വൈദ ഫസദത്, അത് മോശമാണെങ്കിൽ ഫസദൽ ജസദു കുല്ലു, ആ ശരീരമൊക്കെ മോശമാണ്. ഏത് അർത്ഥത്തിലായിരുന്നാലും ശരി, നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ വഹിയൽ ഖൽബ്, അതത്രേ ഹൃദയം. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ തലച്ചോറിനോട് മാത്രമല്ല, അവൻ്റെ ഹൃദയത്തോടും സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഖുർആനിനെ വായിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഒരു പ്രയോഗം സൂറത്തുൻ നിസാഇൽ കാണാം, സൂറത്ത് മുഹമ്മദിൽ കാണാം. അവിടെ ഒരിടത്ത് വചനം ഇങ്ങനെയാ, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. എത്ര ശ്രദ്ധേയമായ വചനം. അഫലാ യതദബ്ബറൂനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവർ ഖുർആനിനെക്കുറിച്ച് ഉറ്റാലോചന നടത്തുന്നില്ലേ, ആഴത്തിൽ ആലോചിക്കുന്നില്ലേ അവരുടെ വായനയിൽ ഖുർആനിനെ സംബന്ധിച്ച്, ഖുർആനിലെ വചനങ്ങളെ സംബന്ധിച്ച്, ആശയങ്ങളെ കുറിച്ച്. അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ, അതല്ല അവരുടെ ഹൃദയങ്ങൾ ലോക്കിടപ്പെട്ടിരിക്കുന്നുവോ? പലരും ഇന്ന് ഖുർആൻ വായിക്കുന്നത് അങ്ങനെയാണ്, ഹൃദയം പൂട്ടി വെച്ചിട്ട് ഇങ്ങനെ വായിക്കുക. അധരവായന, വ്യായാമം മാത്രം, ശബ്ദം മാത്രം, ആശയമില്ലാത്ത വായന. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാകെ കൊണ്ട് തന്നെ
ആശയമറിയാതെ അർത്ഥമറിയാതെ ഉരുവിടുന്നതിന് പോലും പ്രതിഫലമുണ്ട്. അൽ മുതഅബ്ബദു ബിതിലാവതിഹി, പാരായണം കൊണ്ട് തന്നെ ഇബാദത്തായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് ഖുർആനിൻ്റെ പാരായണം, നിസ്സംശയം. അള്ളാഹു നമുക്കൊക്കെ അതിൻ്റെ പ്രതിഫലം നൽകട്ടെ. ഒരുപാട് ഖത്തം ചെയ്തവരുണ്ട്, ഒരുപാട് വായിച്ചവരുണ്ട്, മനഃപ്പാഠമാക്കിയവരുണ്ട്. അതിനൊക്കെ പ്രതിഫലം നൽകപ്പെടട്ടെ. പക്ഷേ അതിലേറെ അത് ജീവിതത്തോട് ചേർത്തു വെക്കാനുള്ളതാണ്, ജീവിക്കാനുള്ള ഗ്രന്ഥമാണ്, അലങ്കാരത്തിനുള്ള പുസ്തകമല്ല, ജീവിതത്തിൻ്റെ ഭൂപടമാണ് വിശുദ്ധ ഖുർആൻ എന്ന് ഈ വിഷയത്തിൻ്റെ ആമുഖമായി നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ദാരിദ്ര്യം എന്താ? സമ്പത്തില്ലാത്തതല്ല, സമ്പത്തിൻ്റെ ദാരിദ്ര്യമല്ല മനുഷ്യൻ്റെ ദാരിദ്ര്യം. ആരോഗ്യത്തിൽ അനുഭവപ്പെടുന്ന ഏതെങ്കിലും സമയങ്ങളിലെ ചില കുറവുകളല്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം. മക്കളില്ലാത്ത പ്രശ്നമല്ല മനുഷ്യൻ അനുഭവിക്കുന്ന ദാരിദ്ര്യം. അതിലൊക്കെ അപ്പുറം നിർഭയത്വമില്ലായ്മയാണ്, സമാധാനം അനുഭവിക്കാൻ കഴിയാത്തതാണ്. നമുക്ക് വയറ് നിറഞ്ഞിരിക്കുന്നു, പക്ഷേ ഹൃദയം ശൂന്യമായി നിൽക്കുന്നു എന്നതാണ്. വയറ് നിറയ്ക്കും, ഹൃദയം നിറയ്ക്കുന്നില്ല. ഹൃദയം ഒരുപാട് നല്ല ചിന്തകളാൽ സമൃദ്ധമായി നിൽക്കേണ്ടവരാ മുസ്ലിംകൾ, അല്ല നമ്മളൊക്കെ, മനുഷ്യരൊക്കെ. പക്ഷേ അങ്ങനെയുള്ള നല്ല ചിന്തകളെ ഒന്നും നിറച്ചു വെക്കാതെ നമ്മുടെ വയറിനെ മാത്രം നിറച്ചുകൊണ്ടിരിക്കുന്നവരാണ് മനുഷ്യരിൽ പലരും എന്ന് കാണാൻ കഴിയും. നമ്മുടെ വീടുകൾ അതേപോലെ തന്നെയാണ്. വീടുകളിൽ ആവശ്യമായത് സക്കീനത്താണ്. നമ്മുടെ വീടുകളിൽ ആവശ്യമായത് സക്കീനത്താണ് ആവശ്യം എന്നതുകൊണ്ട് തന്നെ, ലക്ഷ്യമതാകെ കൊണ്ട് തന്നെ വിശുദ്ധ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ മസ്കൻ എന്ന് ഭവനത്തെക്കുറിച്ച്, വീടിനെക്കുറിച്ച് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ വീടുകളിൽ നിറഞ്ഞു നിൽക്കേണ്ട സക്കീനത്തിന് പകരം ഫർണിച്ചറുകൾ നമ്മൾ ഒരുപാട് നിറച്ചിട്ടുണ്ട്. ഒരുപാട് വസ്തുവകകൾ നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ നിറച്ചിട്ടുണ്ട്, ആവശ്യമായ എല്ലാം നിറച്ചിട്ടുണ്ട്. പക്ഷേ സക്കീനത്ത് നിറയാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറില്ല പലപ്പോഴും. അതാണ് ഇന്ന് അനുഭവിക്കുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞ മനുഷ്യൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയായ കുഞ്ഞുങ്ങൾ ലഹരിക്കടിമപ്പെട്ടു പോവുകയോ ലഹരിയിലേക്ക് ചായ്ഞ്ഞു പോവുകയോ ചെയ്തതിൻ്റെ പോലും കാരണം പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ ഇതുപോലുള്ള സംരംഭങ്ങളിൽ നമ്മുടെയൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മുടെ കുടുംബസമേതമായിരുന്നില്ലേ വരാറുണ്ടായിരുന്നത്? ആയിരുന്നില്ലേ? എൻ്റെയും നിങ്ങളുടെയും കൈപിടിച്ച് ഉപ്പ വന്നതായിരുന്നില്ലേ? അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ഒന്നിച്ചായിരുന്നില്ലേ വരാറുണ്ടായിരുന്നത്? ഇന്നും പരിശോധിച്ച് നോക്കൂ, നമ്മൾ ഒന്നിച്ചു വരാറുള്ള ആളുകളുടെ കുടുംബത്തിൽ എത്രത്തോളം പ്രശ്നങ്ങളുണ്ട്? കുറവല്ലേ? എന്നാൽ ഒരു 10 വർഷം കാലയളവ് പിന്നോട്ട് പരിശോധിച്ച് നോക്കൂ, ഇതിങ്ങനെ കുറഞ്ഞ ഒരു കാലമായിരുന്നു. ആ കാലഘട്ടത്തിൽ വളർന്നു വന്ന കുട്ടികളല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങളുടെയൊക്കെ നടുവിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത് എന്ന് കണക്കെടുത്ത് പരിശോധിച്ച് നോക്കൂ. തീർച്ചയാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അഥവാ വിശുദ്ധ ഖുർആനിൻ്റെ സന്ദേശങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെയൊക്കെ കാരണമായി നമുക്ക് കാണാൻ കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ ഒരു പുസ്തകമല്ലെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നമ്മൾ പലപ്പോഴും ഖുർആനിനെ ഒരു പുണ്യഗ്രന്ഥം എന്നൊരു പദത്തിൽ മാത്രം ഒതുക്കി. ഒരു പുണ്യഗ്രന്ഥമാണ്, മുബാറക്, കിതാബുൻ മുബാറക്കാണ്, അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. പക്ഷെ എന്തുകൊണ്ടാണ്? നോക്കൂ, വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയ ചില പ്രയോഗങ്ങളിൽ ഒന്ന് ഹുദൽ ലിന്നാസ്, മാനവർക്ക് മാർഗദർശനമാണ് എന്ന് പറഞ്ഞു. മാനവർക്ക് മാർഗദർശനമാണ്. പദത്തിൽ കുടുങ്ങിപ്പോകരുത് കേട്ടോ, മാർഗദർശനം എന്ന വാക്കിൽ ഒതുങ്ങിപ്പോകരുത്. പലപ്പോഴും അറബി ഭാഷയിലെ പദങ്ങൾക്ക് മലയാളത്തിൽ ഒരു പദത്തെ പൂർണ്ണമായി കൊടുക്കാൻ കഴിയില്ല. 12 ലക്ഷത്തിലധികം അതല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പദങ്ങൾ അറബി ഭാഷയിലുണ്ട്. മലയാളത്തിൽ എത്ര പദങ്ങളുണ്ടാവും? പരിശോധിച്ച് നോക്കിക്കോളൂ. മലയാളത്തിൽ എത്ര പദങ്ങളുണ്ടാവും? ആ അറബി പദങ്ങളിൽ തന്നെ വളരെ ചുരുക്കം പദങ്ങളാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ചിട്ടുള്ളൂ. എന്നിട്ട് പോലും ഖുർആനിൻ്റെ ചില പദങ്ങൾക്ക് മലയാളത്തിൽ തുല്യമായ ഒരു അർത്ഥം കൽപ്പിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ചില പദങ്ങളിൽ, മലയാളീകരിക്കപ്പെട്ട ചില പദങ്ങളിൽ ഒതുങ്ങിപ്പോകരുത് നമ്മളുടെ ഖുർആനിൻ്റെ ആശയം എന്ന്. ഹുദൽ ലിന്നാസ്, മനുഷ്യർക്ക് മാർഗദർശനം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യനും അനുഭവിക്കുന്നതോ പെട്ടുപോയതോ ആയ മേഖലകളുണ്ട്.
ഓരോ മനുഷ്യൻ്റെയും ആവശ്യങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. അവിടെയെല്ലാം അവനാവശ്യമായത് നൽകാൻ കഴിയുന്ന പാകതയുള്ള, വളർച്ചയുള്ള, പൂർണ്ണമായ ഒരു ഗ്രന്ഥമാണ്, വഴികാട്ടിയാണ്. ഒറ്റ വാക്കിൽ പല പദങ്ങളെയും ഉൾപ്പെടുത്താൻ കഴിയില്ല എന്നർത്ഥം. അങ്ങനെയാണ് വിശുദ്ധ ഖുർആനെ പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹിന് കൃത്യമായി പഠിപ്പിച്ചു, ആ ഒരു അസമാധാനം, ആ അസ്വസ്ഥത ഇല്ലാതിരിക്കാൻ മനുഷ്യൻ പ്രാരംഭം മുതൽ കാണേണ്ട ഒരു കാര്യം, അവൻ്റെ പ്ലാനിങ്, ഒരിക്കലും മുകളിലേക്ക് നോക്കണ്ട. എങ്ങോട്ട് നോക്കണം? താഴേക്ക് നോക്കണം. ലാ തൻദുറു ഇലാ മൻ ഹുവ അസ്ഫല ഔ അഅ്ലാ മിൻകും. നിങ്ങളെക്കാൾ മുകളിലുള്ളവരിലേക്ക് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ എന്ത് ചെയ്യൂ? ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും. നിങ്ങളെക്കാൾ താഴെയുള്ളവരിലേക്ക് നോക്കൂ. വദാലിക അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ തള്ളിപ്പറയാതിരിക്കാൻ അതാണ് ഏറ്റവും യോഗ്യമായ കാര്യം, യോജിച്ച കാര്യം. വീടിൻ്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ടാവില്ല, ജോലിയുടെ, കാശിൻ്റെ, വാഹനത്തിൻ്റെ, സൗകര്യങ്ങളുടെ ഒന്നിനും ടെൻഷൻ ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോൾ എനിക്കൊന്നും വേണ്ടാന്ന് പറയണമെന്നില്ല. ആവശ്യമുള്ളതൊക്കെ തേടാം, ദുനിയാവിൻ്റെ വിഭവങ്ങളൊക്കെ തേടിപ്പിടിക്കാം. നിനക്കുള്ള വിഭവങ്ങളെ നീ മറക്കണ്ട, ഓടിക്കോ, നെട്ടോട്ടോടി നിൻ്റെ മറ്റു കാര്യങ്ങൾ മറന്നു പോവരുത്. ആത്യന്തികമായ കാര്യം മറന്നു പോകുന്നു. അങ്ങനെ അതിരില്ലാത്ത ആഗ്രഹങ്ങൾ, താരതമ്യ ജീവിതം പലപ്പോഴും മനുഷ്യനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടതാണ്, ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. താരതമ്യ ജീവിതം പലപ്പോഴും ദാമ്പത്യ ജീവിതത്തിൽ പല ദമ്പതികളെയും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു ഘടകമാണ് പോലും ഇത്. കാരണം അവരെപ്പോലെ, അവളെപ്പോലെ നീ ആയില്ല. അവളെ നിനക്ക് നോക്കിക്കൂടെ? അവൾ നോക്ക് എത്ര സുഖകരമായിട്ടാണ്. അയാളെപ്പോലെ നിങ്ങളാകുന്നില്ലല്ലോ. തിരിച്ചും ഇങ്ങനെ താരതമ്യം, കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്യുക. തൻ്റെ കുട്ടിയുടെ കഴിവിനെ കണ്ടിട്ട് ആ കഴിവിനൊത്ത ഒരു മേഖലയിലേക്ക് കുട്ടിയെ തിരിക്കുന്നതിന് പകരം ആ കുട്ടിയുടെ കഴിവ് കണ്ടിട്ട് അതിലേക്ക് എൻ്റെ മകളെ ഉയർത്താൻ വേണ്ടി വെപ്രാളപ്പെടുന്ന മാതാപിതാക്കൾക്ക് എവിടെയാ സ്വസ്ഥത ഉണ്ടാവുക? അസ്വസ്ഥമാവുകയാണ് മനുഷ്യർ പലപ്പോഴും. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കൃത്രിമ ജീവിതങ്ങളുമായി ജീവിതത്തെ താരതമ്യം ചെയ്യുന്നവരുണ്ട്. ഫിലിമുകളിലും സിനിമകളിലും ആൽബങ്ങളിലും കാണുന്ന ജീവിതത്തെ താരതമ്യം ചെയ്യുന്നു തൻ്റെ ജീവിതത്തോട്. അങ്ങനെ പലരും അസ്വസ്ഥമാകുന്നുണ്ട്. അള്ളാഹുവിനേക്കാൾ, ഏറ്റവും ശബ്ദത്തിൽ പറയേണ്ട കാര്യം, അള്ളാഹുവിനേക്കാൾ സൃഷ്ടികളോട് അമിതബന്ധം പുലർത്തുന്ന ആളുകളും അസ്വസ്ഥരാണ് എപ്പോഴും. അള്ളാഹുവിനേക്കാൾ സൃഷ്ടികളോട് അമിതമായ ബന്ധം പുലർത്തുന്ന ആളുകൾ അസ്വസ്ഥരാണ്. പാപങ്ങളുടെ ഭാരം ഏറെയുള്ളവർ അങ്ങേയറ്റം അസ്വസ്ഥരാണ്. ദിക്റിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നവർ, വിശുദ്ധ ഖുർആനിൻ്റെ ബന്ധത്തിൻ്റെ ക്ഷയം, ഇതെല്ലാം തന്നെ മനുഷ്യനെ അസ്വസ്ഥമാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തിയ ഒരു കാര്യമുണ്ട്. സൂറത്തുർ റഅദിലെ 28-ാമത്തെ വചനത്തിൽ കാണാം, അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ് അലാ ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ശാന്തത അനുഭവിക്കാൻ കഴിയുക അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ദിക്റിലൂടെ മാത്രമാണ്. ഒരുപാട് ഭൗതികമായ വിഭവങ്ങൾ തൻ്റെ കൈപ്പിടിയിൽ ഉണ്ട് എന്നത് മാത്രം അയാൾക്ക് ശാന്തത കൈവരിക്കാൻ സാധ്യമല്ല. എന്നാൽ അത് അയാളെ സഹായിച്ചേക്കാം. ആത്യന്തികമായി അള്ളാഹുവിലുള്ള ദിക്റുള്ളവൻ അല്ലാത്തവനൊന്നും നമ്മളാരും അറിയണില്ല. അത് അവൻ മാത്രം അനുഭവിക്കുന്ന കാര്യമാണ്. അത് വേറൊരാൾക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണേൽ നിങ്ങളുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കാം. അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നത്, സമ്പത്തിലൂടെയാണ് ശാന്തി എന്ന് പറഞ്ഞിട്ടില്ല, പ്രശസ്തിയിലൂടെയാണ് ശാന്തി എന്ന് പറഞ്ഞിട്ടില്ല, അധികാരത്തിലൂടെയാണ് ശാന്തി എന്ന് പറഞ്ഞിട്ടില്ല.
വ്യക്തവും നിർണായകവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. ദിക്റിലൂടെ മാത്രമാണ്, തന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യത്തിലൂടെ മാത്രമാണ് ഏത് സാഹചര്യങ്ങളിലും പ്രതികൂല ഘട്ടങ്ങളിലും ഇല്ലായ്മകളിലും വേദനകളിലുമൊക്കെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. ഈ അടുത്തൊരു സഹോദരി പറഞ്ഞ വർത്തമാനം, എന്നോട് എൻ്റെ റബ്ബിനെന്തോ സ്നേഹമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനെന്നോ ആത്മഹത്യ ചെയ്തേനെ എന്ന്. അങ്ങനെ ചിന്തിക്കാൻ കഴിയണം. തൻ്റെ കുടുംബത്തിൽ നിന്ന്, തൻ്റെ ഇണയിൽ നിന്ന് തനിക്ക് കിട്ടേണ്ടതൊന്നും ഒരിടത്തു നിന്നും, ഭൗതികമായ ഇടങ്ങളിൽ നിന്നൊന്നും കിട്ടാതെ വന്ന് ആകെ വെപ്രാളപ്പെടുന്ന ജീവിതം മുട്ടി നിൽക്കുന്ന ഒരു സഹോദരിയുടെ വർത്താനം. ഒരു കുടുംബം, ദമ്പതികൾ രണ്ടുപേരും ആത്മഹത്യക്ക് വേണ്ടി തീരുമാനമെടുത്ത്, മക്കളെന്തായാലും ശരി നമുക്ക് പോകാം എന്ന തീരുമാനമെടുത്തിടത്ത് നിന്നാണ് വിശുദ്ധ ഖുർആനിൽ നിന്നൊരു ദിക്ർ അവർക്ക് ഒരു ചെറിയ സ്പാർക്കിംഗ്. അന്നു മുതൽ അവർ ഖുർആൻ പഠിതാക്കളാണ്, ഇന്നതിൻ്റെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അന്ന് വരെ അനുഭവിച്ചിരുന്ന രോഗങ്ങളോ സാമ്പത്തിക പ്രയാസങ്ങളോ ഇന്നും പരിഹരിച്ചിട്ടില്ല. പക്ഷേ അന്നത്തേതിനേക്കാൾ ഇന്ന് അവർ സുന്ദരമായി സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നു. അപ്പം നമ്മുടെ മനസ്സിന് സന്തോഷം കിട്ടുന്നത് കുറേ പൈസ നമ്മുടെ തലവണയ്ക്ക് പകരം കാശിൻ്റെ കെട്ട് തലക്ക് വെച്ചാൽ സമാധാനം കിട്ടുമല്ലേ? പോവുമോ? ഉള്ളത് പോവും. ഒരു തലയണയുടെ വണ്ണത്തിൽ, നീളത്തിൽ, വീതിയിൽ നമുക്ക് കാശിൻ്റെ കെട്ട് എന്നിട്ട് തല വെച്ച് കിടന്നോന്ന് പറഞ്ഞാൽ ഉറക്കം കിട്ടുമോ? ഉറക്കം കിട്ടൂല, സമാധാനമില്ല. പോട്ടെ, ഒരു 50,000 രൂപയും കൊണ്ട് വണ്ടിയിൽ ഓടാൻ നമുക്ക് ധൈര്യം ഉണ്ടോന്ന്, സമാധാനം കിട്ടൂല. അത് 2 കീശയിലാക്കണം, ഒരു കീശയെ കൊണ്ടുപോകാൻ പറ്റൂല. പൈസ കുറേ ഉള്ളതുകൊണ്ടൊന്നും സമാധാനം കിട്ടുമെന്ന് ആരും വിചാരിക്കരുത് എന്നാ നേരത്തെ തന്നെ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു. വിശുദ്ധ ഖുർആൻ ഒരു ഉപദേശം മാത്രമല്ല, മനുഷ്യ ഹൃദയത്തിൻ്റെ സ്രഷ്ടാവ് നൽകിയ ജീവിത നിയമമാണ് എന്ന് മനസ്സിലാക്കണം. ഒരു ചോദ്യം ചോദിക്കും നമ്മൾ, അവസാനമായി എപ്പോഴാ ഖുർആൻ തുറന്ന് അതിലെ ഒരായത്ത് ഹൃദയത്തോടെ വായിച്ച് അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് നിശബ്ദമായി ചിന്തിച്ചത്? ഇങ്ങനെ നമ്മൾ ആരെങ്കിലും വിശുദ്ധ ഖുർആനിനെ വായിച്ചോ എന്നാണ് എൻ്റെ ചോദ്യം. ഞാൻ എന്നോട് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ മുന്നിൽ കാണുന്ന മരത്തിൻ്റെയോ കല്ലിൻ്റെയോ ഒരു ബിംബത്തെ ഒന്നും വെച്ചിട്ടില്ല എന്നത് ശരി തന്നെ ആയിരിക്കാം. പക്ഷേ നമ്മുടെ മനസ്സിൽ ഏക ഇലാഹായ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ മാത്രം തവക്കുൽ ചെയ്യുന്ന ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും അങ്ങനെ ഒരു ഘട്ടം, അങ്ങനെ ഒരു വളർച്ച ഞാനും നിങ്ങളും നമ്മുടെ ഈ സമൂഹം നേടിയിട്ടുണ്ടോ എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അല്ലാഹു ഖുർആനിനെ ഹൃദയങ്ങളുടെ ചികിത്സ എന്ന് വിശേഷിപ്പിച്ചത് എന്നും ഹൃദയത്തിലെ രോഗങ്ങൾ എന്തൊക്കെയാണ് എന്നും അവയെ എങ്ങനെ ചികിത്സിക്കാമെന്നും ഒക്കെ നമ്മൾ ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ അതെല്ലാം കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ നേരത്തെ ഓതി വെച്ച 10-ാം അധ്യായം യൂനുസിലെ 56-ാമത്തെ വചനത്തിൽ പറഞ്ഞ ഒരു പ്രയോഗം തന്നെ, 2-ാമത്തെ പ്രയോഗം ഇതാണ്, ശിഫാഉൽ ലിമാ ഫിസ് സുദൂർ. ഹൃദയാന്തരങ്ങളിലുള്ള രോഗങ്ങൾക്ക് ശമനമാണ് വിശുദ്ധ ഖുർആൻ എന്ന്. എങ്ങനെയാണത് ശമനമാകുന്നത്? എന്തൊക്കെയാണ് നമ്മുടെ രോഗങ്ങൾ? നമുക്ക് ശാരീരികമായ എന്തെങ്കിലും ഒരു രോഗം ബാധിച്ചാൽ, പനി ബാധിച്ചാൽ, അല്ലെങ്കിൽ അസുഖങ്ങൾ വന്നാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? വേഗം ഡോക്ടറെ കാണിക്കും. നമ്മൾ ഏത് ഡോക്ടറാണോ, അലോപ്പതി ആണോ, ഹോമിയോ ആണോ, അല്ല ആയുർവേദമാണോ, അല്ല അക്യുപഞ്ചറാണോ, ഏതാണോ അവിടെ പോകും. നമ്മൾ ഒരു ഡോക്ടറെ കാണും. ആ ഡോക്ടറെ കാണും, അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യും, മരുന്ന് കഴിക്കും, വിശ്രമിക്കും. കാരണം എന്താ? ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സ വേണം, നമുക്കൊക്കെ അറിയാം. ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സ വേണം എന്ന് നമുക്കറിയാം. സഹോദരിമാരെ, ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ശരീരത്തിന് രോഗം വന്നാൽ ചികിത്സിക്കണം, മരുന്ന് കഴിക്കണമെന്ന് നമുക്കറിയാം. 1 മാസം മരുന്ന് കഴിക്കാൻ, 2 ആഴ്ച മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ 2 ആഴ്ച നമ്മൾ കഴിക്കും. അത് ഗ്യാപ്പിടൂല. ഗ്യാപ്പിട്ടാൽ വീണ്ടും 2 ആഴ്ച കഴിക്കേണ്ടി വരും. ആ ഡോസ് അങ്ങനെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് യാത്രയിൽ നമ്മൾ നമ്മുടെ മരുന്ന് കൊണ്ടു നടക്കും. യാത്രയിൽ നമ്മുടെ ബാഗിൽ മരുന്നുണ്ടാവും. വിദേശത്തേക്ക് പോകുമ്പോൾ മറന്നു പോകാതെ സൂക്ഷിക്കുന്ന ഡോക്ടറുടെ കുറിപ്പടി അടക്കം കൊണ്ടുപോകും നമ്മൾ. കാരണം മരുന്നെൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ ശരീരത്തിൻ്റെ രോഗം, പ്രയാസം പരിഹരിക്കപ്പെടണമെങ്കിൽ ഞാൻ ഈ മരുന്ന് കഴിക്കണം എന്നും. ഫാമിലി ഡോക്ടർ ഇല്ലാത്തവരില്ല നമുക്കൊക്കെ.